ലാലേട്ടനും മമ്മൂക്കിയും ഈ പറഞ്ഞ പ്രൊഡക്ഷൻ ടീമും എല്ലാരും ഇത്രയും ഈ പടത്തിനെ പ്രൊമോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലുമൊക്കെ ഒരു സാധനം ഉണ്ടാവുമല്ലോ. അതുപോലെ ഈശ്വര ഇനി ഡീക്കിങ്ങനും ഈ സിനിമയുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സും അതേപോലെ മ്യൂസിക് റൈറ്റും ഒക്കെ ആയിരുന്നു. നോക്കുമ്പോഴാണ് എന്താ മൈത്രി ഇവരാണ് തെലുഗു ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, ധർമ്മ പ്രൊഡക്ഷൻ നോർത്ത് ഇന്ത്യ, പിന്നെ അതായിരുന്നു പി വി ആർ ഐനോക്സ് ഇവരാണ് തമിഴ്നാട് കർണാടക ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആയിട്ടുള്ള. ആൻഡ് മ്യൂസിക് റൈറ്റ് ടി സീരീസ് ആണ് ബാഗ് ചെയ്തിട്ടുള്ളത്. അത് കണ്ട് 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 എന്റെ മനസ്സിലത് മമ്മൂക്കായി മാറി. ഹായ് ഹലോ, കഥാങ്കവയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചത്താപ്പച്ച ഇപ്പത്തെ ട്രെൻഡിങ് ടോപ്പിക്കാണ്. ചത്താപ്പച്ച മൂവി സിനിമ 2 ദിവസത്തിൽ റിലീസ് ചെയ്യും. അപ്പോൾ പ്രീമിയർ ഷോസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കും. എനിക്ക് കഴിയാനായി തോന്നുന്നു. ആൻഡ് റിപ്പോർട്ട്സ് ഒക്കെ വരേണ്ട സമയമായിട്ടുണ്ട്. ഞാൻ 1-2 എക്സിൽ വായിച്ചു, അതിലേക്കൊക്കെ ഞാൻ വരാം. അപ്പോൾ സിനിമയെ പറ്റി പറയാം. ഇതിന്റെ ഒരു ഇനീഷ്യൽ സ്റ്റേജ് ഉണ്ടല്ലോ, ഇങ്ങനത്തെ ഒരു സിനിമ വരാൻ പോകുന്നുണ്ട്, ടൈറ്റില് കാര്യങ്ങള്, ഇതൊക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാം വഴി അറിഞ്ഞത്. അപ്പം എനിക്ക് വല്ലാണ്ട് ഈ സിനിമയെ കുറിച്ച് എല്ലാ അപ്ഡേറ്റ്സും ലൈവായിട്ട് ഇങ്ങനെ ഇൻസ്റ്റാഗ്രാം ഫീഡിലൊക്കെ തന്നെ വന്നിരുന്നു. ഞാൻ മമ്മൂക്കയുടെ ജോർജ് ആളിനെ ഫോളോ ചെയ്യുന്നുണ്ട്. ആളുടെ പേജിൽ ഒരുപാട് ഈ സിനിമയെ പ്രൊമോട്ട് ചെയ്യണുണ്ട്. അപ്പൊ ഞാൻ വെച്ചിട്ട് എന്ത് ഇങ്ങനെ ഇത്രമാത്രം ഇനി മമ്മൂക്ക വല്ലത് ഈ സിനിമയിലുണ്ടോ എന്നൊക്കെ ആലോചിച്ചിട്ടോ. പക്ഷെ മമ്മൂക്ക ഒന്നുമില്ല. മമ്മൂക്കനെ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു പരിപാടിയും ഇതിലില്ല. ആൻഡ് ഇതിലുള്ള എന്താ ആൾക്കാര്, ബഞ്ച് ഓഫ് ആക്ടേഴ്സ്, ഭയങ്കര ടാലന്റഡ് ആയിട്ടുള്ള ആക്ടേഴ്സ് ഉണ്ട് ഈ സിനിമയില്. അപ്പോഴും ചത്താപ്പച്ച, അതെന്ത് ഇങ്ങനത്തെ ഒരു പേര്, ഇനി ഇത് എന്തായിരിക്കും എന്നുള്ള ഒന്നും അറിയില്ല. ആൻഡ് ഇതൊരു ഒരു 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 ഇടിപ്പടമായിരിക്കും എന്നൊക്കെ പറഞ്ഞു. ഒരു കൊച്ചി ബേസ് ചെയ്തിട്ടുള്ള പടമാണ് എന്നൊക്കെ. അത് കഴിഞ്ഞിട്ട് ഇതിന്റെ ആം, ഒരു ഒരു കുഞ്ഞു പോസ്റ്ററും ആർട്ട് വർക്ക് പോലെയൊക്കെ ഞാനിങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടായിരുന്നു കേട്ടോ. ഇനീഷ്യൽ സ്റ്റേജിൽ ആ ഒരു ഷൂട്ടിങ് തുടങ്ങിയ സമയത്ത് റെസ്ലിംഗ് കാര്യങ്ങളൊക്കെ. അപ്പം എഗെയിൻ എന്തോ ഉഷാറായിട്ടുള്ള പരിപാടി വരുന്നുണ്ട് എന്നുള്ളത് തോന്നി. അത് കഴിഞ്ഞ് സിനിമയുടെ ടീസറിലേക്ക് എത്തി. ടീസർ കണ്ടപ്പോ കിടിലം ഫീൽ ആയിട്ടത്. പ്രത്യേകിച്ച് അതിന്റെ ഒരു മൊത്തത്തിലുള്ള ഒരു പരിപാടിയും ആ ഒരു എന്തോ ഒരു ഞാൻ പറയുകയാണെങ്കിൽ തല്ലുമാലയൊക്കെ ഇല്ലേ, തല്ലുമാല കണ്ട സമയത്ത് ഒരു ഇൻസ്റ്റന്റ് കിക്ക് കിട്ടിയിരുന്നു. അതേപോലെ ഇതിന്റെ ടീസർ കണ്ടപ്പോൾ കിട്ടി. ആൻഡ് അതിന്റെ മുകളിൽ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമയുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സും അതേപോലെ മ്യൂസിക് റൈറ്റും ഒക്കെ ആയിരുന്നു. ഇങ്ങനെ നോക്കുന്ന സമയത്ത് സിനിമ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള മലയാളത്തില് വേഫെറർ ആണ്. അപ്പൊ ഞാൻ വീണ്ടും ആലോചിച്ചു, ഈശ്വര ഇനി ഡീക്കിങ്ങനും ഈ സിനിമയില്, കാരണം ഈ പറഞ്ഞ ജോർജ് ആണെങ്കിൽ ആളാണെങ്കിലും ഒരുപാട് പ്രൊമോട്ട് ചെയ്യേണ്ട സിനിമേനെ. ഞാൻ അങ്ങനെയൊക്കെ വിചാരിച്ചു. പിന്നെ നോക്കുമ്പോഴാണ് എന്താ മൈത്രി ഇവരാണ് തെലുഗു ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, ധർമ്മ പ്രൊഡക്ഷൻ നോർത്ത് ഇന്ത്യ, പിന്നെ അതായിരുന്നു പി വി ആർ ഐനോക്സ് ഇവരാണ് തമിഴ്നാട് കർണാടക ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആയിട്ടുള്ള. ആൻഡ് മ്യൂസിക് റൈറ്റ് ടി സീരീസ് ആണ് ബാഗ് ചെയ്തിട്ടുള്ളത്. ഒരു മലയാള സിനിമയ്ക്ക് ഇത്രയും വലിയ പരിപാടി എനിക്ക് അടുത്ത ടൈമിലൊന്നും ഞാനങ്ങനെ കേട്ടിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ടി സീരീസിന്റെ മ്യൂസിക്, അതേപോലെ ഞാൻ പറഞ്ഞ പോലെ ധർമ്മ പ്രൊഡക്ഷൻസ്, മൈത്രയൊക്കെ വന്നിട്ട് ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിലെന്തോ പരിപാടി ഇല്ലേ എന്നുള്ളത്. ഒരു എന്താ പറയുക, ഒരു പ്രോമിനന്റ് ആക്ടറോ കാര്യങ്ങളൊന്നും ഇല്ല. ഒരു ഞാൻ പറഞ്ഞല്ലോ, ബഞ്ച് ഓഫ് ടാലന്റഡ് ആക്ടേഴ്സ്, ഇങ്ങനത്തെ ഒരു രീതിയിൽ വരുന്ന സിനിമ. ഒരു ചത്ത പച്ച എന്നുള്ള ടൈറ്റിലും ഇങ്ങനത്തെ ഒരു സിനിമ ഇത്രയും പേര് ഇങ്ങനെ ഇത്രയും വലിയ പ്രോമിനന്റ് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഉണ്ടാവുമല്ലോ. ആൻഡ് അപ്പോഴും വീണ്ടും എക്സൈറ്റ്മെന്റ് കൂടി. ആൻഡ് അത് കഴിഞ്ഞ് മമ്മൂക്കയുടെ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ മാറി ഷൂട്ടിങ്ങിലേക്കൊക്കെ പിന്നെയും വന്ന സമയത്തായിരുന്നു ഒരു 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 ലൊക്കേഷൻ ഫോട്ടോസും അതുപോലെ വീഡിയോസ് ഒക്കെ വന്നത്. മമ്മൂക്ക ഇങ്ങനെ ബിരിയാണി സെർവ് ചെയ്യണത് ചത്താപ്പച്ച ലൊക്കേഷനിൽ. ആൻഡ് ഓക്കെ, റൂമേഴ്സ് വന്നിട്ടുണ്ടെങ്കിൽ മമ്മൂക്കയുടെ ക്യാമിയോ ഉണ്ട് ചത്താപ്പച്ചയിൽ. ഒരുപാട് ഒരുപാട് റൂമേഴ്സും ആൻഡ് ഒരുപാട് സ്ഥലത്ത് മമ്മൂക്കുണ്ട് എന്ന് പറഞ്ഞ് വന്നു. ആൻഡ് അതിലും ഈ പറഞ്ഞ പോലെ മമ്മൂക്ക ഇത് സെർവ് ചെയ്യുന്ന സമയത്ത് മമ്മൂക്കയുടെ നോർമൽ ലുക്കിലൊക്കെ തന്നെയായിരുന്നു. ആൻഡ് ഫൈനലി ട്രെയിലർ വന്നു. കിടിലൻ ട്രെയിലർ. ഞാൻ ട്രെയിലർ കണ്ട് റിയാക്ട് ചെയ്യാനൊന്നും പറ്റിയില്ല. പക്ഷെ അടിപൊളി ഒരു 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 സാധനം, ഞാൻ പറഞ്ഞ ഒരു ഇൻസ്റ്റന്റ് കിക്ക് കയറുന്ന ഒരു ട്രെയിലർ. അത് കണ്ടപ്പോ തന്നെ ഇത് തിയേറ്റർ മെറ്റീരിയൽ, ഇത് പൊളിക്കും എന്നുള്ള ഫീൽ കിട്ടി. ആൻഡ് ആ ട്രെയിലറിന്റെ ലാസ്റ്റ് വാൾട്ടറിന്റെ പിള്ളേരാണെന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. ആൻഡ് അതില് ഇങ്ങനെ കെട്ടൊരു സംഭവം കാണിച്ചു. അപ്പൊ ആദ്യം കണ്ടപ്പോ എനിക്കിത് അങ്ങനെ ഒന്നും തോന്നിയില്ല കേട്ടോ. അപ്പൊ വാൾട്ടറിന്റെ പിള്ളേരാടാന്നൊക്കെ പറഞ്ഞ ആ ചത്ത പച്ച എന്ന് പറയണ്ടല്ലോ, അതെനിക്ക് മമ്മൂക്കയുടെ വോയിസ് ആയിട്ട് തോന്നുന്നു.
നിങ്ങൾക്ക് എന്താ തോന്നിയത് നിങ്ങൾ ഷെയർ ചെയ്യുക. കാരണം ഒരുപാട് വീണ്ടും റൂമേഴ്സ് അത് മമ്മൂക്ക അല്ല എന്ന് പലരും പറയുന്നുണ്ട്, മമ്മൂക്കയാണെന്നുള്ള ഭൂരിഭാഗം ആൾക്കാരും പറയുന്നുണ്ട്. പക്ഷെ ആദ്യം കണ്ടപ്പോൾ എനിക്കിത് മമ്മൂക്കയുടെ കൈ ഇങ്ങനെയൊക്കെ, മമ്മൂക്ക ഇങ്ങനെയാണോ എന്നുള്ളത് തോന്നി. അത്യാവശ്യം മെലിഞ്ഞൊരു ഒരു ശരീരം പോലെ തോന്നി. ആൻഡ് അതിന്റെ റൂമേഴ്സും ഒരുപാട് കാര്യങ്ങൾ ഇപ്പോഴും അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് ഇന്നൊരു ലിറിക്കൽ വീഡിയോ ഔട്ടായി. അതിലും ഒരു 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 മൂത്തവൻ വരുന്നടാ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഇതിന്റെ മുന്നേ പറയേണ്ട ഒരു വേറെ കാര്യം എന്ന് വെച്ചാൽ ഈ സിനിമയുടെ കമ്മിങ് സൂൺ എന്ന് പറയുമ്പോഴും എമ്മിനൊരു തിളക്കുണ്ടായിരുന്നു. ആൻഡ് ഇവിടെ വരുന്ന സമയത്ത് മൂത്തവൻ എന്ന് പറയുമ്പോൾ എമ്മിനൊരു തിളക്കുണ്ട്. അപ്പൊ എമ്മിന് ഭയങ്കര ഒരു ഇമ്പോർട്ടൻസ് ഈ സിനിമയിൽ ഉണ്ട് മനസ്സിലായി. ആൻഡ് എം എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മമ്മൂട്ടി എന്ന് തന്നെയാണ്. മമ്മൂക്ക ഈ സിനിമയിലുണ്ട്, 100% ആയിട്ട് മമ്മൂക്കയുടെ ക്യാമിയോ ഉണ്ട്. പക്ഷെ ആ ട്രെയിലറിൽ കാണിച്ചിട്ടുള്ളത് മമ്മൂക്കയാണോ? അതുപോലെ ഇന്നത്തെ ലിറിക്കൽ വീഡിയോയിലും ഒരു ആളെങ്ങനെ കാണിക്കുന്നുണ്ട്. അത് പക്ഷെ ഫേസ് ഒന്നും പ്രോപ്പർ ആയിട്ട് റിവീൽ ചെയ്യണില്ല. ഒന്നും അതൊന്നും നമുക്ക് മനസ്സിലാവാൻ കൂടില്ല പ്രോപ്പർ ആയിട്ട്. ഇത് നമുക്ക് മനസ്സിൽ ഇങ്ങനെ തോന്നുന്നുണ്ട്, ഇത് മമ്മൂക്ക തന്നെയാണോ എന്നുള്ള. അതിന് ഒരുപാട് പേര് കൊമന്റ്സ് ഇടണ കണ്ടു, ഡി ക്യു ആണ് എന്നൊക്കെ. അപ്പൊ എനിക്ക് വീണ്ടും സംശയം കേട്ടോ. കാരണം ഡി ക്യു ആണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണമെങ്കിൽ ഡി ക്യു അല്ലതും വീണ്ടും ഒരു തോട്ട് വന്നു. പിന്നെ അങ്ങനെ ഇതാക്കി. ആൻഡ് മമ്മൂക്ക ഈ സിനിമയിലുണ്ട്, പക്ഷെ ആ കാണിച്ചിട്ടുള്ളത് മമ്മൂക്ക തന്നെ ആണോ എന്നുള്ളത് എനിക്കും ഒരു കൺഫ്യൂഷൻ ആയി ഇപ്പം. ഞാൻ പിന്നെ ഞാനിങ്ങനെ കാണുമ്പോൾ നമ്മൾ മനസ്സിൽ ഇങ്ങനെ അത് മമ്മൂക്കയാണെന്ന് വിചാരിച്ച് കാണുമ്പോൾ ഓക്കെ, പക്ഷെ എന്നാലും എവിടെയോ മമ്മൂക്ക തന്നെയാണോ അത് കാണിച്ചത് എന്നുള്ളത് തോന്നി. And അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ ഇൻസ്റ്റയിൽ ഒരു റീല് ഇങ്ങനെ ഇങ്ങനെ സ്ക്രോൾ ചെയ്തപ്പോ കണ്ടത്. ഞാൻ ജസ്റ്റ് അത് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. നമുക്ക് ചോദിക്കാണ്ടിരിക്കാൻ പറ്റില്ല, പറയാനും പറ്റില്ല. എന്റെ മനസ്സിലുള്ള സാധനം വെച്ച് കഴിഞ്ഞാൽ അവസാനം ആ ഷോട്ട് ഉണ്ടല്ലോ, ഇങ്ങനെ കെട്ടുന്ന ഒരു സാധനം മമ്മൂക്കയാണ്. പക്ഷെ കൈയൊക്കെ മമ്മൂക്ക അല്ല, ഞാൻ കരുതുന്നത് മമ്മൂക്കയുടെ ആയിരിക്കുന്ന രേഖാചിത്രമൊക്കെ. അപ്പൊ അത് മമ്മൂക്ക അല്ല എന്നുള്ളത് പറഞ്ഞു. അപ്പം മമ്മൂക്ക അല്ലേ? ആൻഡ് എഗെയിൻ അത് മമ്മൂക്കയാണെന്ന് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാര് ഒരുപാട്. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ആ ബിരിയാണി സെർവ് ചെയ്യുന്ന സമയത്തൊക്കെ മമ്മൂക്കയുടെ കയ്യിൽ ചെയിൻ ഉണ്ടായിരുന്നു. പ്ലസ് നമ്മുടെ എന്താ പറയാ, സ്റ്റേറ്റ് അവാർഡ് പ്രഖ്യാപിച്ച സമയത്തും മമ്മൂക്കയുടെ വീട്ടിൽ പോയ സമയത്തും മമ്മൂക്ക അതേ ഒരു ലുക്കിലായിരുന്നു. ആൻഡ് മമ്മൂക്കയുടെ കയ്യിൽ ഇതേ പറഞ്ഞ പോലെ ആ കിട്ടണ എന്ന് പറയുമ്പോൾ കയ്യിലുള്ള ആ ചെയിനൊക്കെ ഉണ്ടായിരുന്നു. സോ എഗെയിൻ മമ്മൂക്ക തന്നെ അല്ലേ അത് എന്നുള്ളത് അതിലേക്കുള്ള ഒരു 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 ഈ പറഞ്ഞ പോലെ കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്തു. പക്ഷെ ഇവരെന്നെ പറയേണ്ടത് മമ്മൂക്കയല്ല. അപ്പൊ ഞാൻ വിചാരിച്ച ഒരു കാര്യം, എന്റെ മനസ്സിലാക്കലാട്ടോ, മേ ബി ആ ക്യാരക്ടർ വാൾട്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ആള് മമ്മൂക്കയാണ്. പക്ഷെ ആ ഒരു ട്രെയിലറിൽ കാണിച്ചിട്ടുള്ള മേ ബി ഒരു യങ്ങർ വേർഷൻ ആയിരിക്കാം. അത് ചിലപ്പോൾ മമ്മൂക്ക ആയിരിക്കില്ല. അത് ആളുടെയും ആ സിനിമയിലേക്ക് വരുന്ന സമയത്ത് ആ ഫേസ് ഒന്നും റിവീൽ ചെയ്യേണ്ട, അത് ജസ്റ്റ് ഇങ്ങനെ ഒരു ബാക്ക് ഷോട്ട് പോലെ കൊടുക്കണേ ഉണ്ടാവൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ആൻഡ് പറഞ്ഞ പോലെ മുടിയൊക്കെ വളർത്തിട്ട് ഞാൻ ഇനി മമ്മൂക്ക, കാരണം ആ സെറ്റിലുള്ള ബിരിയാണി സെർവ് ചെയ്യുന്ന സമയത്ത് ആ ലുക്ക് അല്ല ഇത് കണ്ടിട്ട് തോന്നിയത്. എനിവേസ് ഒരു പ്രോപ്പർ ലുക്കോ കാര്യങ്ങളൊന്നും പുറത്തു വിട്ടില്ല. അതന്നെ ഈ സിനിമയുടെ ഹൈ ആണ്. കാരണം മമ്മൂക്കയുടെ ലുക്ക്, മമ്മൂക്ക എങ്ങനെയാവുമെന്ന് കാണാൻ വേണ്ടിട്ട് തന്നെ നമ്മൾ തിയേറ്ററിൽ പോയി കാണും. പ്രത്യേകിച്ച് മമ്മൂക്ക ഫാൻസ്. ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഈ സിനിമ എന്തായാലും ആൾക്കാർ കാണും. കാരണം ഇതിന്റെ ട്രെയിലർ, ടീസർ, പരിപാടി, കട്ട്സ് ഒക്കെ അടിപൊളിയാണ്. അപ്പൊ ഈ സിനിമ എന്തായാലും കാണും. പക്ഷെ അതിന്റെ കൂടെ മമ്മൂക്ക എന്ന് പറഞ്ഞ ഫാക്ടറും കൂടെ വരുമ്പോ അതൊരു ഡബിൾ ട്രീറ്റ് ആയിട്ട് മാറണം. പ്ലസ് സിനിമയ്ക്ക് കിട്ടുന്ന ഒരു എന്താ പറയാ, ഒരു പ്രൊമോഷനും കൂടിയാണ് മമ്മൂക്ക ഇതിലൊരു ക്യാമിയോ ഉണ്ട് എന്നുള്ളത്. ആൻഡ് ആ മമ്മൂക്കയുടെ ഒരു ലുക്കോ കാര്യങ്ങളോ ഒന്നും റിവീൽ ചെയ്യാതെ അത് അങ്ങനെ ഒരു സീക്രട്ട് ആയിട്ട് ഒരു സർപ്രൈസിങ് എലമെന്റ് ആയിട്ട് സിനിമയിൽ വെക്കുന്ന സമയത്ത് നമുക്കൊരു എന്താ പറയാ, അതിങ്ങനെ തിയേറ്ററിൽ നിന്ന് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ വല്ലാത്ത ഫീൽ ആയിരിക്കും. എന്റെ അഭിപ്രായത്തിൽ അത് നന്നായി. അങ്ങനെ ആ ലുക്കോ ഒന്നും കാണിക്കാതെ വെച്ചത് വളരെ നന്നായി. മേ ബി അങ്ങനെ കാണിച്ചാലും ഈ പടം വേറെ ലെവലിലേക്ക് എത്തും. എന്നാൽ പോലും നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ അത് അറിയാനുള്ള ഒരു ആകാംക്ഷ ഉണ്ടല്ലോ, അതന്ന് ആ തിയേറ്ററിൽ പോയിട്ട് ആ ദിവസം ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കണ്ടിറങ്ങുന്ന സമയത്ത് അതിങ്ങനെ കാണുമ്പോൾ വല്ലാത്തൊരു ഫീൽ ആയിരിക്കും. ആൻഡ് അത് നന്നായി എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. ആ ലുക്കോ കാര്യങ്ങളോ ഒന്നും റിവീൽ ചെയ്യാത്ത. ആൻഡ് വേറൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ അർജുന അശോകന്റെ അടുത്ത് ഇന്റർവ്യൂല് വരുന്ന സമയത്തൊക്കെ ചോദിക്കണതാണ്, കമ്മിങ് സൂണിലെ എം ഇങ്ങനെ തിളങ്ങുന്നുണ്ടല്ലോ. അപ്പോ അർജുന അശോകൻ പറയുന്നുണ്ട് എം തിളങ്ങണല്ലോ എന്നുള്ളത്. അപ്പോ എനിക്ക് അതാ തോന്നുന്നത്, എം എന്തായാലും തിളങ്ങുന്ന ഉറപ്പാണ് ഈ സിനിമയില്. ആൻഡ് ജാൻവരി എന്ന് പറയുന്നത് മമ്മൂക്കയുടെ ക്യാമിയോ മന്ത് ആയിട്ട് ഒഫീഷ്യലി ഡിക്ലെയർ ചെയ്യാൻ പോവാണ്. ഈ സിനിമയ്ക്ക് ശേഷം എന്തായാലും ഇങ്ങനെ ഡിക്ലെയർ ചെയ്യും. കഴിഞ്ഞ കൊല്ലം രേഖാചിത്രം, അതിന്റെ മുന്നത്തെ കൊല്ലം അബ്രഹാം ഓസ്ലർ. ഈ അബ്രഹാം ഓസ്ലറിൽ വരുന്ന സമയത്ത് ഒരു അടിപൊളി ഇൻട്രോ ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്, ഒരു ഫീലൊക്കെ കിട്ടിയിരുന്നു. പക്ഷെ ആ ഇൻട്രോ കഴിഞ്ഞതിന് ശേഷം പഞ്ചൊക്കെ ഇങ്ങനെ പോയി, പിന്നെ ഇങ്ങനെ എന്തൊക്കെയോ കഥയൊക്കെ പറഞ്ഞു പോണ പോലെ ആയിരുന്നു. ആൻഡ് രേഖാചിത്രത്തിലേക്ക് വരുന്ന സമയത്ത് മമ്മൂക്ക സിനിമയിൽ ഇല്ല.
എന്നിട്ട് പോലും മമ്മൂക്കയുടെ പ്രസൻസ് ആ സിനിമ ത്രൂ ഔട്ട് ആ സിനിമയിൽ ഫീൽ ചെയ്തിരുന്നു. തുടക്കം മുതൽ അവസാനം വരെ ആ രേഖയുടെ കേസിലേക്ക് എത്തി അത് തീരുന്ന വരെ മമ്മൂക്ക ആ സിനിമയിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട് എന്നുള്ള ഫീൽ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആൻഡ് രേഖാചിത്രമായ ഒരു ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് കുറച്ചും കൂടെ ഫീൽ രേഖാചിത്രമായിരുന്നു കേട്ടോ. അതിലിപ്പോ പറഞ്ഞ പോലെ മമ്മൂക്കയുടെ AI ഫേസ് ഒക്കെ ഉണ്ടായിരുന്നത്, പക്ഷെ വോയിസ് ഓവർ ഉണ്ടായിരുന്നു. എന്നാലും ഞാൻ പറഞ്ഞല്ലോ, മമ്മൂക്കയുടെ പ്രസൻസ് വല്ലാണ്ട് ആ സിനിമയിൽ ഫീൽ ചെയ്തായിരുന്നു. ആൻഡ് ചത്താപ്പച്ചയിലേക്ക് വരുന്ന സമയത്തും എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം, ഈ വാൾട്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്ക് വല്ലാത്തൊരു ഇമ്പോർട്ടൻസ് ഈ സിനിമയിലുണ്ട്. അത് വിചാരിച്ച് മുഴുവൻ നേരം ആളെ കാണിച്ചു പോവുക എന്നുള്ളതല്ല, പക്ഷെ കാണിക്കുന്ന സമയം കുറച്ചാണെങ്കിലും വാൾട്ടർ എന്ന് പറഞ്ഞ ക്യാരക്ടർ എപ്പോഴും സിനിമയിൽ ചർച്ച ചെയ്തുകൊണ്ട് പോണ ഒരു ക്യാരക്ടർ ആയിരിക്കാം. ആൻഡ് അതുകൊണ്ട് തന്നെ നമുക്കും പേഴ്സണലി ഫീൽ ചെയ്യും, ഓക്കെ മമ്മൂക്ക ഉണ്ട് എന്നുള്ളത്. മീൻ മമ്മൂക്കേനെ ഒരു സെൻട്രൽ ക്യാരക്ടർ ആയിട്ട് തന്നെ വെക്കുന്നുണ്ടാവും. ബട്ട് അതിങ്ങനെ കാണിച്ചുകൊണ്ടേ ഇരിക്കണം എന്നില്ല. ഇപ്പോ ഈ ഒരാളെ പറ്റി ഇങ്ങനെ നമ്മളിങ്ങനെ പറയുമല്ലോ, പറയുമ്പോ തന്നെ നമ്മള് ആസ് എൻ ഓഡിയൻസ് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഓരോ തോട്ട്സ് ഉണ്ടാവും, ഇത് ഇങ്ങനെ ആയിരിക്കും എന്നുള്ള. ആൻഡ് ഫൈനലി ഒരു ക്ലൈമാക്സിന്റെ അടുത്തേക്ക് എത്തുന്ന സമയത്ത് ആയിരിക്കാം ചിലപ്പോൾ റിവീൽ ചെയ്യണത്. ആണെന്നുണ്ടെങ്കിൽ കിടിക്കും. ആൻഡ് ഞാൻ എക്സിൽ വായിച്ചു, ഇപ്പൊ പ്രീമിയർ ഷോന്റെ റിപ്പോർട്ട്സ് ഒക്കെ നല്ല അഭിപ്രായങ്ങളാണ് വന്നു തുടങ്ങുന്നത്. എത്രത്തോളം ക്രെഡിബിൾ ആണെന്നുള്ളത് അറിയില്ല, പക്ഷെ ആ ഒരു രീതിയിലാണ് 22nd ഈ സിനിമയ്ക്ക് ഒരു റിപ്പോർട്ട്സ് വരണമെന്നുണ്ടെങ്കിൽ പിന്നെ പറയാനുണ്ടാവില്ല, പീക്കായിരിക്കും. കാരണം ഞാൻ പറഞ്ഞു, തല്ലുമാല വന്ന സമയത്ത് പലവർക്കും തല്ലുമാല ഇഷ്ടപ്പെട്ടിട്ടില്ല, അതാണ് സത്യം. ആൻഡ് തല്ലുമാല കാണുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ ഒരു കിക്ക് കിട്ടിയിരുന്നു, ഒരു ഫീൽ കിട്ടിയിരുന്നു, ആഹാ ഇത് കൊള്ളാലോ. ഒരു 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 പരിപാടി ഉണ്ടല്ലോ, അതില് വലിയൊരു പരിപാടി, വലിയ കാര്യം ഉണ്ടായിട്ടില്ല, പക്ഷെ എന്നാലും അത് കാണുന്ന സമയത്ത് നമുക്കൊരു പ്രോപ്പർ എന്റർടൈനർ ആയിരുന്നു തല്ലുമാല. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു തല്ലുമാല. ആൻഡ് ചട്ടാപ്പച്ചന്റെ ട്രെയിലർ കണ്ട സമയത്തും എനിക്ക് അതാ ഫീൽ ചെയ്തത്. ഇതിൽ ഭയങ്കര പുതിയത് അല്ലെങ്കിൽ വേറെ എന്നൊന്നും പറയാനൊന്നും ഉണ്ടായിരിക്കില്ല, പക്ഷെ അത് എടുത്തു വെച്ച രീതി ഉണ്ടല്ലോ, അത് വല്ലാണ്ട് ഈ പറഞ്ഞ തല്ലുമാലയായിട്ട് എനിക്കിങ്ങനെ അങ്ങനെ കണക്ട് ചെയ്തു. അപ്പൊ അതേ ഒരു രീതിയിൽ ഈ സിനിമയും വരും എന്നുള്ള പ്രതീക്ഷ എനിക്കുണ്ട്. നന്നാവും എന്നുള്ളൊരു തോന്നൽ എന്തായാലും ഉണ്ട്. ആൻഡ് അതിന് പുറമെ പ്രൊമോഷൻ പരിപാടീസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ആൻഡ് അതിന്റെ കൂടെ ലാലേട്ടനാണ് ഫസ്റ്റ് ടിക്കറ്റ് എടുത്തിട്ടുള്ളത്. ഫസ്റ്റ് ടിക്കറ്റ് എടുത്തു എന്ന് പറയുമ്പോൾ ടിക്കറ്റ് ബുക്കിംഗ് ഓപ്പൺ ആയെന്ന് പറയുന്നത് ലാലേട്ടനാണ്. അപ്പം എഗെയിൻ ലാലേട്ടനും മമ്മൂക്കിയും ഈ പറഞ്ഞ പ്രൊഡക്ഷൻ ടീമും എല്ലാവരും ഇത്രയും ഈ പടത്തിനെ പ്രൊമോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലുമൊക്കെ ഒരു സാധനം ഉണ്ടാവുമല്ലോ, അത് ഉണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നമുക്ക് 22nd വേണ്ടി വെയിറ്റ് ചെയ്യാം. മമ്മൂക്ക ഫാൻസ് എല്ലാവരും ലൈക്ക് അടിക്കുക. ഞാനും മമ്മൂക്ക ഫാനാണ്. അപ്പൊ മമ്മൂക്ക എങ്ങനെയായിരിക്കും എന്തായിരിക്കും എന്നുള്ള കാണാനുള്ള ഒരു എക്സൈറ്റ്മെന്റ് എന്റെ ഉള്ളിൽ വല്ലാണ്ടുണ്ട്. അത് പിന്നെ 22nd ആവണം. അത് പ്രത്യേകിച്ച് എനിക്കിവിടെ ഈവനിങ് ഷോ ആണുള്ളത്, അപ്പോഴേ ഷോ ഉള്ളൂ. നാട്ടിലിറങ്ങി ഒരുപാട് സമയം കഴിഞ്ഞിട്ട് അപ്പോഴേക്കും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓരോ സ്ഥലത്ത് നമ്മളിങ്ങനെ കാണും ഓരോന്ന്. അപ്പൊ ഞാൻ വെയിറ്റിംഗ് ആണ്. നിങ്ങളും വെയിറ്റ് ചെയ്യണമെന്ന് വിശ്വസിക്കണം. അപ്പോൾ ആ ട്രെയിലറിൽ കണ്ടിട്ടുള്ളത് മമ്മൂക്കയാണോ, അതേപോലെ ഇന്നത്തെ ലിറിക്കൽ വീഡിയോയില് അതും കാണിച്ചിട്ടുള്ള കാരണം ഒരുപാട് മമ്മൂക്ക DQ വേറെ കുറെ ആൾക്കാരെ പേരൊക്കെ പറയുന്നുണ്ട്. ആരാന്നുള്ളത് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് എന്നുള്ളത് കമന്റ് ബോക്സിൽ ഷെയർ ചെയ്യുക. ഒരുപാട് കണ്ട് എന്റെ മനസ്സിൽ അത് മമ്മൂക്കയായി മാറി. അപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നിയെന്നുള്ളത് നിങ്ങൾ ഷെയർ ചെയ്യൂ. കമന്റ് ബോക്സിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മീ. ബൈ.